ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്നിവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഷവർമ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാനിപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടി കാണുന്ന ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതിലേക്ക് കടക്കാം. നമുക്ക് ഫസ്റ്റ് കുബൂസ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു അരക്കപ്പ് പാലിലേക്ക് ഒരു 2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഷുഗറും 1 ടീസ്പൂൺ സാൾട്ടും കൂടിയും ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു 2 കപ്പ് മൈദ എടുക്കാം. അതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഗീ, അതായത് വനസ്പതി അല്ലെങ്കിൽ ഡാൽഡ എന്നെല്ലാം പറയും. അപ്പോൾ അത് ചേർത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇതിലോട്ടേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ല പാലും കൂടിയും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ആവശ്യം വരും. 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല സോഫ്റ്റായി കിട്ടുന്നവരെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1-2 മണിക്കൂർ ഇത് പൊങ്ങി വരാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്ക് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു 1/4 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, 2 പച്ചമുളക്, പിന്നെ 4-5 വെളുത്തുള്ളി, കഷ്ണം ഇഞ്ചി, ഒരു 2 ടീസ്പൂൺ ചിക്കൻ മസാല, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളകും, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ ഒരു പകുതി നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് നമുക്ക് ഇതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നാരങ്ങയുടെ കുരു കളയാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ പേസ്റ്റാക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കനിലോട്ടേക്കൊന്ന് പരട്ടി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതും കൂടി ഒരു 1-2 മണിക്കൂറൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുബൂസിൻ്റെ മാവൊക്കെ നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തിട്ട് ഓരോ ബോൾസായിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ ബോൾസും ഇതുപോലെ പരത്തിയിട്ട് വെക്കാം. ഞാനിവിടെ നല്ലോണം അധികം തടിയില്ലാതെയാണ് പരത്തിയത്. ഇനി നമുക്ക് ഓരോ കുബൂസായിട്ടൊന്ന് ചുട്ടെടുക്കാം. നല്ലപോലെ പൊങ്ങി വരുന്നുണ്ട്. ഇതുപോലെ ഞാൻ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ഫ്രൈ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലോട്ടേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മാരിനേറ്റ് ചെയ്ത ചിക്കന് അതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ആ ഗ്രേവി പോലത്തതൊന്നും കളയണ്ട, അതിലേക്ക് തന്നെ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഗ്രേവിയൊക്കെ ഫുള്ള് ചിക്കനിലേക്ക് പിടിച്ചിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊന്ന് ആദ്യം ഫസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഇതിൻ്റെ ഒന്ന് കുറുക്കിയെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കനിലേക്ക് ആ മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്.
ഇനി ഇതൊരു 2-3 മിനിറ്റും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. ഇതിനൊന്ന് കുറച്ച് കൂളായി കഴിഞ്ഞാൽ നമുക്കിത് ചെറുങ്ങനൊന്ന് ഇതിൽ നിന്ന് ചിക്കനൊന്നും ചിക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സാലഡ് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 1/2 കപ്പ് ക്യാബേജും ഒരു 1/4 കപ്പ് ഓളം ക്യാരറ്റും ഒരു പകുതി ടൊമാറ്റോയും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ടേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം മയോണൈസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മയോണൈസിൻ്റെ വീഡിയോ ആവശ്യമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന് ലിങ്ക് ഇടാം. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ഷവർമ തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് കുബൂസ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മയോണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് മുകളിൽ ഞാൻ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഇനി ഇതിൻ്റെ നടുക്കിലേക്ക് നമുക്ക് കുറച്ച് മസാല വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് റാപ്പ് ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ റോൾ ചെയ്യാണ്ട് പ്ലേറ്റ് ഷവർമയായിട്ടും കഴിക്കാം. നമ്മുടെ ഷവർമ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. താങ്ക് യു.